ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നെഗറ്റീവ് ഫാക്ടേഴ്സ് എല്ലാം മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അടുത്ത കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നത്. പല സൈഡിൽ നിന്നും വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെ ചെയ്താൽ അതാവും, അത് ചെയ്താൽ ഇതാവും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസുമായിട്ട് കുറേ ആൾക്കാർ വരും. റെസ്ട്രിക്ഷൻസ് മാത്രമല്ല കേട്ടോ, കുറേ പരിഹസിക്കലും കുറേ ഇൻസൾട്ടുകളും അങ്ങനെ എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം തിങ്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ കമൻസ് എല്ലാം കേട്ടിട്ട് നമ്മൾ വിചാരിക്കുവാണ്, ഇത് നമുക്ക് സെറ്റാവില്ല, ഇനി നമ്മൾ ഇത് ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. കാരണം നമ്മൾ ഇതിൽ തന്നെ പ്രൊസീഡ് ചെയ്ത് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ അത്രയും ഫ്ലറിഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ തിരിച്ചും പറയും. ഒരു കാര്യം ആലോചിക്കേണ്ടത്, പ്രൂവ് ചെയ്തവർക്ക് മാത്രമേ എവിടെയും വാല്യൂ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം ന്യായമായ രീതിയിലുള്ളതാണെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. നാളെ നമ്മുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. പറഞ്ഞ പോലെ ഈ റെസ്ട്രിക്ഷൻസും നെഗറ്റീവ്സും പുറകിലേക്ക് വലിക്കുന്ന കുറേ ആൾക്കാരെല്ലാം ഈ പറഞ്ഞതെല്ലാം തിരുത്തി പറയും നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഡോണ്ട് ബോദർ ഓൺ എനി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ കാണാം. ബൈ.